നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ദീപ്തിയും വേദയും കൂടെ സംസാരിക്കുകയാണ്. വേദ ദീപ്തിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വിക്രം ഒരിക്കലും തെറ്റുകാരനല്ല. വിക്രം അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല. അവസാനമായിട്ട് വരുൺ മരിക്കുന്നതിന്റെ അന്ന് വിക്രവും വരുണും തമ്മിൽ കണ്ടുമുട്ടിയതാണ്. അവർ കുറെ സമയം സംസാരിച്ചു. അന്ന് വിക്രത്തോട് വരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദീപ്തിയോട് വേദ പറയുന്നുണ്ട്. വരുണിന് അത്ര വിശ്വാസം ഉണ്ടായിരുന്നു വിക്രത്തിനെ. അതുകൊണ്ടല്ലേ വിക്രത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ഒരു പക്ഷേങ്കില് വിക്രത്തോട് പറയാം, അല്ലെങ്കിൽ വിക്രം തന്റെ ഒരു ചേട്ടനാണെന്ന് തോന്നിയത് കൊണ്ടാണ് വരുൺ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അത്ര അടുപ്പമുള്ള ഒരാള് ഒരിക്കലെങ്കിലും വിക്രം നോവിക്കുവോ? അങ്ങനെ ദീപ്തി നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ദീപ്തി പറഞ്ഞു, അത് പിന്നെ ചേച്ചി തെളിവുകളൊക്കെ ഈ പറയുന്ന പുളിക്കം വിളിച്ചു പറഞ്ഞല്ലേ വിക്രമാണ് ആ തെറ്റ് ചെയ്തെന്നുള്ള കാര്യം. പക്ഷേങ്കില് അതൊക്കെ ആരുടെയും ഒരു നാടകമാണെങ്കിലോ വിക്രത്തെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ആണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി നീയ. അത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു, എന്നാലും അതെ, നിനക്ക് സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്രയും കൂട്ടായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അവനെ ഇല്ലാതാക്കാനാണെങ്കിൽ, വരുണിനെ ഇല്ലാതാക്കാനാണെങ്കിൽ വിക്രത്തിന് എന്നേ ആവായിരുന്നു. പക്ഷെ ഒരിക്കലും വിക്രം അത് ചെയ്യത്തില്ല. നിനക്ക് വാക്ക് തന്നല്ലേ? അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുവരെയായിട്ടും ഞാൻ വിക്രത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? കാര്യം പറഞ്ഞാൽ വിക്രം ശ്രീനിവാസിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആളാ. പക്ഷെ ഇതുവരെ ആരെയും അങ്ങനെ കൊന്നിട്ടോ അങ്ങനെ ഒന്നുമില്ല. അതൊന്നും ഒരിക്കലും വിക്രത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പിന്നെ വിക്രത്തിന് അങ്ങനെ വരുണിനെ ഇല്ലാതാക്കിയിട്ട് എന്ത് നേട്ടം ഉണ്ടാകുന്നേ? നിങ്ങളുടെ ബന്ധം ഇല്ലാതാക്കാനായിട്ടോ? ഒരിക്കലും ഇല്ല എന്ന് പറയണ. ഒരു പക്ഷേങ്കിൽ ഈ വീട്ടിലുള്ളവരാരെങ്കിലും വേറെ ചെയ്തതെന്നറിയുവാണെങ്കിൽ നീയും വരുണും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ പേരിലെന്ന് നോക്കാം. പക്ഷെ വിക്രത്തിന് വരുണിനെ ഇല്ലാതാക്കിയിട്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവാനില്ല. ഇത് കേട്ടപ്പോൾ ദീപ്തി ഇരുന്ന് കരയാണ്. വേദ പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട, വിക്രം തെറ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ പിന്നിൽ ആരാ ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനെനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് കൂടെ വേണമെന്ന് പറഞ്ഞു. ദീപ്തി വെച്ച്, എന്ത് ഹെൽപ്പ്? നിനക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ പല കാര്യങ്ങളും എനിക്കിപ്പം നിന്നോട് പറയാൻ പറ്റില്ല. ഞാൻ നിന്നോട് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് വന്നേന്ന്? കാരണം ആ കാര്യം അത് കുറച്ച് സത്യങ്ങളും കൂടെ പുറത്തു വരാനുണ്ട്. ഞാനിവിടെ വന്ന് നിന്നതിൻ്റെ പിന്നിൽ ഒരു വ്യക്തമായൊരു കാരണം ഉണ്ടായിരുന്നു. അപ്പം നീ എന്നോട് പലപ്പോഴും ചോദിച്ചു അതെന്തുകൊണ്ടാന്നുള്ള കാര്യം. പക്ഷെ ഞാനൊന്നും തുറന്നു പറയാൻ കൂട്ടാക്കില്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയൊരു ചതിയുണ്ട് മോളെ. ഞാനിവിടെ വന്ന് നിൽക്കാനും കാരണം അതാണ്. എനിക്ക് വിക്രത്തിനോട് ഒരു ദേഷ്യമില്ല. വിക്രത്തോട് പഴയതുപോലെ തന്നെ എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ വിക്രത്തിൻ്റെ വീട്ടിലാരും സങ്കടപ്പെടില്ലെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. കാരണം എന്താണെന്നറിയാവോ? വിക്രത്തെ ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. വിക്രം ഒരിക്കലും ഒരു ദുഷ്ടനോ ക്രൂരനോ ഒന്നുമല്ല. വിക്രത്തിന് ഇങ്ങനെയൊന്നും ചെയ്യാനും പറ്റില്ല. വിക്രത്തിന്റെ മനസ്സ് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ വിക്രം ഒരിക്കലും ചെയ്യില്ല എന്ന്. വിക്രം രക്ഷപ്പെടണം. കാരണം വിക്രം രക്ഷപ്പെടണമെങ്കിൽ നീയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദീപ്തി വെച്ച് എന്ത് ചെയ്യാനാ? ഇപ്പം വിക്രം ഒരു രഹസ്യ സംഘത്തിലുണ്ട്. പക്ഷേങ്കിൽ വാസവന്റെ ആൾക്കാർ പിന്തുടർന്ന് വരുന്നുണ്ട് വിക്രത്തെ ഇല്ലാതാക്കാനായിട്ട്. ഒരു വശത്ത് പോലീസ് വിക്രത്തെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ വിടത്തില്ല, ഇല്ലാതാക്കി കളയത്തുള്ളൂ. അതുകൊണ്ട് വിക്രത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, ചേച്ചിയുടെ ഉദ്ദേശം എന്താ? എൻ്റെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. വിക്രത്തെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ട് വരാനോ? ചേച്ചി എന്താ പറയണേ? അതെ, വിക്രം ഇവിടെ ആയിരിക്കും സേഫ്. ഇവിടുത്തെ അത്ര വേറെ ഒരിടത്ത് സേഫ് ആവാൻ വഴിയില്ല. അതുകൊണ്ട് വിക്രം ഇവിടെ തന്നെ വരണം. ഇവിടെ ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ആരുടെ നോട്ടമൊന്നും വരത്തില്ല. പുറത്തെവിടെയായാലും ആണെങ്കിൽ പോലീസൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. പോരാത്തന്നെ ആ വാസവൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വരുണ്ട കുറ്റവാളിയെ നിനക്ക് കണ്ടുപിടിക്കണ്ടേ? നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ദീപ്തിയോടും വേണമെങ്കിൽ നീ എന്നോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. ഇതിന്റെ യഥാർത്ഥ കുറ്റവാളിയെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. അല്ലാതെ വിക്രം ഒരു തെറ്റും ചെയ്യാത്ത വിക്രത്തിന് തലയിലേക്ക് കുറ്റം കെട്ടിവെച്ച പലരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ കൊലയാളിയെ പിടികൂടാൻ പറ്റില്ല. വിക്രം എന്നും കുറ്റക്കാരനായിട്ട് നിലകൊള്ളുകയും ചെയ്യും. ഒടുവിൽ ദീപ്തി പറഞ്ഞു, വേദേച്ചിക്ക് എന്ത് സഹായം വേണം ചോദിച്ചാൽ മതി, ഞാൻ ചെയ്തു തരാം. എൻ്റെ വരുണിനെ ഇല്ലാതാക്കിയവരെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ വേദ പറഞ്ഞു, ഞാൻ പറയാം നിന്നോട്, ഇന്നൊരു രാത്രികൾ കഴിഞ്ഞ് നാളെ വിക്രത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാ ഉദ്ദേശിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ശരി ചേച്ചി, എന്ത് ഹെൽപ്പ് വേണം ഞാൻ ചെയ്യാമെന്നൊക്കെ ദീപ്തി പറയുന്നുണ്ട്. പിന്നീട് ദീപ്തി അങ്ങോട്ട് പോയി. അതേ സമയത്ത് മാഷും കമലയും കൂടെ സംസാരിക്കുകയാണ്. മാഷിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു വിക്രത്തിൻ്റെ കാര്യത്തിൽ. എവിടെ എന്താണെന്നും അറിയത്തില്ല. അപ്പോഴേക്കും കമല അങ്ങോട്ട് വന്നു. കമല വന്നിട്ട് ചോദിച്ചു, മാഷേ വിക്രത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല എന്ന് പറയാണ്. ആ സമയത്താണ് വിശ്വം അങ്ങോട്ടേക്ക് വരുന്ന ശ്രീനിവാസനെ കാണാൻ പോയിട്ട്. വിശ്വം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീജിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു. പിന്നീട് ചോദിച്ചു, എന്തായി വിശ്വട്ട കാര്യങ്ങൾ? വിക്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വല്ലതും കിട്ടിയോ? ശ്രീനിവാസാനോട് ചോദിച്ചില്ലേന്ന് ചോദിച്ചു. ശ്രീനിവാസാറിനും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. വിക്രം എവിടെ എന്താണെന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ആ വാസവന്റെ പിടിയിലാണോന്നും അറിയില്ല. വാസവന്റെ പിടിയിലോ?
അങ്ങനെയൊക്കെയാണ് ശ്രീനി സാറ് പറയണത്. ചിലപ്പം വാസവൻ അങ്ങനെ പിടിച്ചു വെച്ചേക്കോണമെന്ന് അറിയില്ല, ഈ ഇലക്ഷൻ കഴിയുന്നോടം വരെ. അതാണൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല ചോദിച്ചു, എൻ്റെ മോനെ അവരെങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ? അത് കേട്ടതും വിശ്വം പറഞ്ഞു, ഒന്നും പറയാൻ പറ്റില്ലമ്മേ. കാരണം വാസവന്റെ പിടിയിലാണ്. ഏതാ എങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. വിക്രത്തെക്കുറിച്ച് ശ്രീനി സാറിനും ഒരറിവുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നോക്കാനായിട്ട് ആ രാജേട്ടനും ജോസഫും ഒക്കെ പോകുന്നുണ്ട്, പറ്റുന്നിടത്തൊക്കെ അവർ പോയി അന്വേഷിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതോടെ കിടിഞ്ഞ് കമലയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും SI സാബു ഒക്കെ അങ്ങോട്ട് വരുവാണ് വിക്രത്തെ അന്വേഷിച്ച് വന്നിട്ട് വീട് മൊത്തം സെർച്ച് ചെയ്യണം. പിന്നീട് സാബു കുറേ ചീത്ത പറയുന്നുണ്ട്, മാഷിന്റെ കോളറിന് കയറി കുത്തിപ്പിടിക്കുന്നുണ്ട്, തള്ളാനൊക്കെ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അവൻ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവനെ വെറുതെ വിടാൻ പോകുന്നില്ല, അവനെ എൻ്റെ കയ്യിൽ കിട്ടും, അവനെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ വിടത്തില്ല, അവനിനി പുറലോകം കാണത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് ഭയങ്കര ടെൻഷനായി. കാരണം വിക്രത്തെക്കുറിച്ചുള്ള ചിന്തകൾ, വിക്രത്തിന് എന്തെങ്കിലും ആപത്ത് വരുമോ, ആ വാസവൻ വിക്രത്തെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇതും കൂടെ. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഒടുവിൽ SI സാബു പറഞ്ഞു, അവനെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടത്തില്ല, അവനെൻ്റെ കയ്യിൽ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് മാഷിനെ പിടിച്ച് തത്തിച്ചു വിടുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് ഒന്നുകൂടെ ബുദ്ധിമുട്ടായിപ്പോയി. കമല ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മാഷെന്നും പറഞ്ഞുകൊണ്ട് കമല ഓടിപ്പോയി മാഷിനെ പിടിക്കുകയാണ്. അപ്പോഴേക്കും കമല വീണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കമലയ്ക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല. ആ സമയത്ത് SI സാബും കൂട്ടരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് മാഷ് കമലയെ താങ്ങി പിടിച്ചു. കമലയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും കമലയ്ക്ക് ബോധം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് കമലയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കമലയ്ക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേ സമയത്ത് വേദേ വിക്രം ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം വിക്രത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇഷിതയുടെ ഫോണിലേക്ക് വിളിക്കണം. അപ്പം വിക്രത്തിന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇഷിതയോട് ചോദിച്ചു, വിക്രത്തിന് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, കുറവുണ്ടെന്ന് പറയണ, വേദനയൊക്കെ കുറച്ച് കുറവുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡ്രിപ്പ് ഇടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ല, വിക്രത്തിന് ഫോൺ കൊടുക്കണമെന്ന് ചോദിച്ചു. ഒന്ന് കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ വിക്രത്തിന് ഫോൺ കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇഷിതയുടെ ഫോണിലേക്കാണ് വേദ വിളിക്കുന്നത്, വിക്രത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒടുവില്ല വിക്രം പറഞ്ഞു, പറയൂ വേദാളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഭയങ്കര വിശേഷമല്ലേ, വിക്രത്തെ അന്വേഷിച്ച് നാളെ നീളെ പോലീസ് നടക്കുന്നു, പോരാത്തതിന് വാസവന്റെ ആൾക്കാരും. ഞാനെങ്ങാനോ വിക്രത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അതെനിക്കറിയാം, എന്താണെങ്കിലും ഇപ്പം ആർക്കും സംശയം തോന്നിയിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ നാളെ പണിയാവരുമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, നാളത്തെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു ടെൻഷനില്ല, എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് വേദ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയെങ്കിലും ഇമാതിരി പരിപാടിയൊക്കെ നിർത്തിയിട്ട് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ജീവിക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇന്ന് ഭയങ്കര മൂഡിലാണല്ലോ. എന്ത്? അല്ല, ഇന്ന് പൊരിക്കാനുള്ള മൂഡാണല്ലോ, അതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതെ, പറഞ്ഞ എന്താന്ന് വെച്ചാലേ ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കണം, അല്ലെങ്കിലുണ്ടല്ലോ ഇങ്ങനത്തെ കേസ് കെട്ടുകളൊക്കെ തലയിൽ വന്നിരിക്കും. നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ തലയിലേക്ക് കുറ്റങ്ങൾ കെട്ടിവെക്കാനായിട്ട് കുറേ ആൾക്കാർ കാണുമെന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, ശരി ആയിക്കോട്ടെ, എന്നിട്ടെന്ന് ചോദിക്കണം. എന്നിട്ടെന്താ എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വേദ സംസാരിച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, അതെ, ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് എന്നിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അതിന് ഈ എന്നിട്ടെന്നുള്ള വാക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആരാന്നറിയാമെന്ന് ചോദിച്ചു. ആരാ? ഈ പ്രണയിക്കുന്നവർ തമ്മിലാന്ന് പറയണ. പ്രണയിക്കുന്നവർ തമ്മിലോ? അതെ, ഫോൺ വിളിക്കുന്ന സമയത്ത് ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവർ ചോദിക്കും, പിന്നെ എന്നിട്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് കൂടുതൽ ഇഷ്ടമുള്ളവർ തമ്മിലാന്ന് പറയണ. അത് കേട്ടപ്പം വിക്രത്തിന് ഒരു ശരിയൊക്കെ വന്നു. വിക്രം പറഞ്ഞു, ആഹാ, അപ്പം നമ്മൾ രണ്ടുപേരും പ്രണയിക്കുവാന്നാണോ പറയണേന്ന് ചോദിച്ചു. ആ സമയം വേദയൊന്നും മിണ്ടിയില്ല. വിക്രത്തിന് മനസ്സിലായി വേദ പറയാതെ പറയുന്നുണ്ട് പല കാര്യങ്ങളും. അതുപോലെ തന്നെ വിക്രം അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ അവർ കുറേ സമയം സംസാരിക്കുന്നുണ്ട്. എത്ര സമയം സംസാരിച്ചെന്ന് അവർക്ക് പോലും അറിയില്ല. ഈ സമയത്ത് വാസവനെ കാണാനായിട്ട് ശ്രീകാന്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് എന്ന് സംസാരിക്കുന്ന സമയത്ത് വാസവൻ പറഞ്ഞു, അവന് അധികം എന്താണെങ്കിലും ഓടിപ്പോയൊരിടത്തും രക്ഷപ്പെടാൻ വഴിയില്ല. അവൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും ബുള്ളറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരിക്കും. ഹോസ്പിറ്റലിൽ പോകാതെ അവന് ബുള്ളറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, ഉറപ്പില്ലല്ലോ അവൻ്റെ ദേഹത്ത് കൊണ്ടിട്ടുണ്ടെന്ന്. ഒരു പക്ഷേ കൊണ്ടിട്ടില്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും രക്ഷപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലോ. വാസവൻ പറഞ്ഞു, അവൻ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അവനെ എൻ്റെ കയ്യിൽ കിട്ടണം, അവനെ എനിക്ക് തീർക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മോനെ കൊന്നവൻ അവനെ ഞാൻ വെറുതെ വിടത്തില്ല, ഇഞ്ചിഞ്ചാട്ടി ഞാൻ തീർക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ഒന്നും ഞെട്ടി. താനാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസവൻ തന്നെ വെറുതെ വിടത്തില്ല, ഇതുപോലെ ആയിരിക്കും തന്നോടും ചെയ്യാൻ പോകുന്നത്. വാസവൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം ശ്രീകാന്തെ, അതിനുള്ള ഏർപ്പാടുകളൊക്കെ നടത്തിക്കോ, എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു.
ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ നോക്കട്ടെ വാസവ സാറേ, അധികം വൈകാതെ തന്നെ കണ്ടെത്താന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് പോരുന്നത്. ഈ സമയത്ത് ശ്രീനിവാസനെ പുളിക്കിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ കിട്ടുവാണ്. പുളിക്കിന് എവിടെയുണ്ടെന്നുള്ള ഒരറിവ് കിട്ടുന്നുണ്ട്. കാരണം പുളിക്കിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉള്ളതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് ശ്രീനിവാസൻ അറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.